ആരാണ് നീ? എന്തിനാണ് ഈ മായാരൂപത്തിൽ മറഞ്ഞിരിക്കുന്നത്? കാലചക്രവും നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാനും നിന്നെ പോലെ തന്നെ മായപ്പിറവി തന്ത്രം ഗ്രഹിച്ചിട്ടുള്ളവനാണ്. അപൂർവമായ ഈ മാന്ത്രിക വിദ്യയെ എന്തിനാണ് ദുരുപയോഗം ചെയ്യുന്നത്? നിനക്കിതിനുള്ള മറുപടി നൽകാതിരിക്കാം. എന്നാൽ എന്നെ മറികടന്ന് ഈ കാലചക്രം ഒന്ന് സ്പർശിക്കാൻ പോലും നിനക്കാകില്ല. കാലചക്രം ഇപ്പൊ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിന്റെ യഥാർത്ഥ രൂപം ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. പ്രസന്ന പ്രസന്ന മായാരൂപ പ്രസന്ന 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 മായാരൂപ പ്രസന്ന. നാഗനന്ദിയ, ആ മായാരൂപം തന്റെ പിന്നിലാണ് നിൽക്കുന്നത്. മാധവി, അതിനെതിരായി നിന്റെ സർവശക്തികളും പ്രയോഗിക്കും. മാധവി, ഞാൻ എന്റെ നാഗശക്തികളും പൂർണ്ണമായി ഉപയോഗിക്കാം. ഈ മായാരൂപം ആരാണെന്ന് കണ്ടെത്താം.
ഗംഗെ, ഈ കാലചക്രം കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുന്ന് പോയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും തീരൂ. ഇതിനി വേണ്ട. ഇത് നീ കൊണ്ടുപോയി ആ പുറ്റിൽ നിക്ഷേപിക്കാൻ. ആ കുതിര വരികയാണ്. കാലചക്രം കൊണ്ടുപോയി ആ പുറ്റിലേക്കിട്. ഗംഗെ, ഈ കാലചക്രം കാരണമാ നമ്മുടെ അച്ഛനെയും മണിയകളിനെയൊക്കെ ബലി കൊടുത്തിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഇരിക്കുന്നോണ്ടല്ലേ ഇങ്ങനെയുള്ള മായശക്തികളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നേ. ഇനി ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന നല്ലതിനല്ല. നമുക്കിനി ഇത് വേണ്ട ഗംഗെ. തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ആ പുറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് വേഗം വാ. നമുക്ക് നിയന്ത്രിക്കാനാകാത്ത ആ മായശക്തി ഗംഗയുടെ മുന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് പിൻവാങ്ങിയത്? ഗംഗ നമ്മൾ കരുതുന്നത് പോലെ സാധാരണ നിലയിലല്ല. ഗംഗയ്ക്കുള്ളില് ഏതോ ഒരു വിശേഷാൽ ശക്തിയുണ്ട്. ആ ശക്തിയെ എതിർത്തു നിൽക്കാനാവാത്ത കൊണ്ടാ മായശക്തി ഓടിമറഞ്ഞത്. ഗംഗയ്ക്കുള്ളിലുള്ള ആ വിശേഷ ശക്തി എന്തെന്ന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ മായശക്തിയെ നമുക്ക് എതിർക്കാനാകൂ. ഞാൻ കണ്ടുപിടിക്കാം അത്. എങ്ങനെയുണ്ട് ഈ താഴിയോക്കുടം? അവരെ ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്നറിയോ എൻ്റെ അക്ക? എനിക്കറിയാവുന്ന സകല പൊടിക്കൈകളും കാണിച്ച അവരെ നീ സാധനം അടിച്ചു മാറ്റി ഇപ്പൊ ഞാൻ അക്കനുണ്ട് തന്നത്. എന്നിട്ട് എനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ എവിടെ? അതെങ്കിൽ തരീ. 5 ലക്ഷം രൂപയുണ്ട്. ദൈവമേ, അല്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ അക്ക? എന്താ? ഈ ഒരു സാധാരണ താഴിയോക്കുടം എന്തിനാണ് 5 ലക്ഷം രൂപ എനിക്ക് തന്ന അക്ക വാങ്ങണത്? ഇതിന് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് പറഞ്ഞ് ഇവൻ എന്റെ തന്നെ ഇത് അടിച്ചു മാറ്റും. സത്യം പറയാതിരിക്കുന്നതാ നല്ലത്. എന്തിനാണ് കണ്ണുരുട്ടി എന്നെ ഇങ്ങനെ പേടിപ്പിക്കണത്? ഞാൻ എന്തെങ്കിലും കാര്യമില്ലാതെ ഇത് എടുത്തോണ്ട് വരാൻ പറയോ? താൻ അങ്ങനെ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. താൻ ചോദിച്ച കാശ് എണ്ണി തന്നില്ലേ, പിന്നെന്താ? പാലാരിവട്ടത്തെ പാത്രക്കടയിലെ പാച്ചുവിനോട് പറഞ്ഞു വെച്ച സാധനമായത്. വെറും 3500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമായത്. അതിനാണ് 5 ലക്ഷം തന്നത്. എസ്കേപ്പ് ആവുന്നതാ നല്ലത്. അയ്യോ അമ്മേ, വർഷങ്ങൾ പഴക്കമുള്ള താഴെക്കൂടെ എന്റെ കയ്യിലിരിക്കുന്നേ. ചുരുങ്ങിയതൊരു 1000 കോടിക്കെങ്കിലും വിൽക്കണം. ഇത് വെറും താഴെക്കൂടല്ല. എന്നെ ആരും കാണണ്ട. ഇങ്ങനെ പൊതിഞ്ഞ് ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ട് വെക്കോ. ചെല്ലി ഇന്ന് നടന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരെത്തുപിടിയും കിട്ടുന്നില്ല. ഈ കാലചക്രത്തിന് വേണ്ടിയിട്ടല്ലേ ഇവരെല്ലാവരും ഇങ്ങനെ മത്സരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഗംഗ നന്ദിനിയെ കൊന്നേ പറ്റുമെന്ന് പറഞ്ഞ് പിടിവാശി കാണിക്കുക. ഇനി ഞാൻ എന്തു പറഞ്ഞ അവളെ മനസ്സിലാക്കുക? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചതാ. എന്നോട് കള്ളം പറയല്ലേ? അച്ഛൻ വീട്ടിലെത്തിക്കഴിഞ്ഞാ ഓഫീസ് കാര്യമെല്ലാം മറക്കൂന്ന് എനിക്കറിയാവുന്നതാ. ഇതുപോലെ ബിസിനസ് കാര്യം പറഞ്ഞ് അച്ഛൻ വിഷമിക്കണത് ഞാൻ കണ്ടിട്ടേയില്ല. ഗംഗ ചേച്ചിയെ പറ്റി ആലോചിച്ചാ അച്ഛൻ വിഷമിക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ
ചേച്ചിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛാ. ഗംഗ ചേച്ചി എപ്പോ നോക്കിയാലും നാഗനന്ദിയന്റെ മാധവിയുടെ കൂടെ തന്നെയാ. ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ചേച്ചിനെ ആപത്തിന്ന് രക്ഷിക്കാൻ കണ്ണഴകി അമ്മ എനിക്കൊരു മോതിരം തന്നിട്ട് ഗംഗ ചേച്ചിയുടെ കയ്യിൽ അണിയിക്കാൻ പറഞ്ഞു എന്നോട്. ഞാനത് ചേച്ചിക്ക് ഇട്ടുകൊടുത്തതാ. പക്ഷെ ചേച്ചി ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇപ്പൊ ഗംഗ ചേച്ചിനെ എങ്ങനെ രക്ഷിക്കണ്ടെന്ന് എനിക്ക് അറിയില്ല അച്ഛാ. എനിക്ക് പേടിയാവുന്നു. ഗംഗയ്ക്കൊന്നും സംഭവിക്കില്ല. നീ അവളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കും ദേവസേനെ. ഗംഗയെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് കണ്ണഴകിയമ്മയുടെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. അവരെ ഒന്ന് പോയി കണ്ട് ഗംഗയുടെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കും. കണ്ണഴകിയമ്മയെ എത്രയും പെട്ടെന്ന് പോയി കാണണം. നമസ്കാരം. വരൂ മോനെ. നമസ്കാരം അമ്മേ. പറഞ്ഞോളൂ. അമ്മയൊന്ന് കണ്ടാൽ മാത്രമേ എന്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വന്നേ. എന്താ മോനെ പ്രശ്നം? നന്ദിനി എന്റെ അച്ഛനെ കൊന്നതിന് ശേഷം ഗംഗയുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നന്ദിനിയെ ഇല്ലാതാക്കണമെന്നുള്ള വാശി തലയ്ക്ക് പിടിച്ച് ആ മാധവിയോടൊപ്പം ചേർന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക അവള്. നന്ദിനിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം എന്റെ അച്ഛന്റെ മരണത്തോടെ ഇല്ലാതാവുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാ അതിപ്പോ ഗംഗയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാ? എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞതുപോലെ നന്ദിനി ഗംഗയും കൊല്ലുമെന്ന് എനിക്ക് ഭയം തോന്നുക. ഗംഗ നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നന്ദിനിക്ക് ഒരിക്കലും ഗംഗയെ കൊല്ലാനാവില്ല. അത്ര ഉറപ്പോടെ എങ്ങനെയാ പറയാൻ പറ്റുന്നേ? എന്തെന്നാൽ ഗംഗ നന്ദിനിയുടെ കൂടപ്പിറപ്പാണ് അരുണെ. ശിവനാഗമായ പാർവതിക്ക് പിറന്നു വീണ ഇരട്ടക്കുട്ടികളിൽ മൂത്തവളാണ് നന്ദിനി, ഇളയവൾ ഗംഗ. ഒരേ വയറ്റിൽ പിറന്ന രണ്ട് കുട്ടികളിൽ ഒരാൾ നാഗവംശജയായും മറ്റൊരാൾ മനുഷ്യ സ്ത്രീയായും എങ്ങനെ ജീവിക്കാനാകുമെന്നതിൽ നിനക്ക് സംശയം തോന്നിയേക്കാം. ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള അപൂർവ പിറവികളിൽ ഒന്നാണ് ഗംഗയും നന്ദിനിയും. നന്ദിനി നാഗാംശത്തിൽ പിറന്നതുകൊണ്ട് ശക്തിനാഗമായി വാഴുന്നു. ഗംഗ മനുഷ്യകുലത്തിൽ ജനിച്ചതുകൊണ്ട് സാധാരണ സ്ത്രീയായി ജീവിക്കുന്നു. പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പ്രയാസമുള്ളത് ഇനിയും ഏറെയുണ്ട്. നിങ്ങളുടെ ആ കൊട്ടാരത്തിൽ മാധവിയോടൊപ്പം നാഗനന്ദിയൻ എന്നൊരുത്തൻ കഴിയുന്നില്ലേ? അവൻ വേറെ ആരുമല്ല, പാർവതിയുടെ ജ്യേഷ്ഠനാണ്. പാർവതിയുടെ വിവാഹ ജീവിതം അവന്റെ ഇഷ്ടപ്രകാരം നടക്കാഞ്ഞതിനാൽ പാർവതിക്ക് ജനിച്ച 2 പെൺകുട്ടികളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണവൻ. അതൊന്നും അറിയാതെ ഗംഗ നന്ദിയനോടൊപ്പം ചേർന്ന് നന്ദിനിയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആ നാഗനന്ദിയനിൽ നിന്ന് ഗംഗയ്ക്ക് യാതൊരു ആപത്തും വരാതിരിക്കുവാനാണ് ഞാൻ ദേവസേനയുടെ കൈവശം കറുപ്പന്റെ കാൽച്ചിലങ്കയിൽ തീർത്ത മോതിരം കൊടുത്തയച്ചത്. എന്നാൽ ഗംഗ അതണിയാതെ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ദേവസേന എന്നോടത് പറഞ്ഞതാ. ഗംഗയ്ക്ക് ഇത്രയും വലിയൊരു ആപത്തുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ ഗംഗയെ രക്ഷിക്കാൻ പറ്റുക?
ഗംഗയ്ക്ക് ആപത്ത് വരുത്തുവാൻ നാഗനന്ദിയൻ ശ്രമിച്ചാലും എന്നെ മറികടന്ന് അവൻ ഒന്നും ചെയ്യാനാകില്ല. കാരണം ഗംഗ അവൾ പോലും അറിയാതെ എന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നന്ദിനിക്കും ഗംഗയ്ക്കും യാതൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഗംഗയോട് നന്ദിനി അവളുടെ കൂടപ്പുറപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പ്രതികാരം ചെയ്യാനുള്ള വാശിയൊക്കെ മാറും. ഞാൻ ഇപ്പൊ തന്നെ പോയി നന്ദിനി അവളുടെ ചേച്ചിയാണെന്ന് അറിയിച്ച് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ പറഞ്ഞാലും അത് അവൾ വിശ്വസിക്കില്ല. കാരണം ഞാൻ അവളോട് സത്യമെല്ലാം വെളിപ്പെടുത്തിയപ്പോൾ നന്ദിനിയെ രക്ഷിക്കാൻ ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് എന്നിൽ നിന്നും അകന്നുപോയി. അതിനുശേഷം അവൾക്ക് സംശയങ്ങളുണ്ടായി എന്നെ തേടി വന്നപ്പോൾ എനിക്ക് അവളോട് നന്ദിനി അവളുടെ കൂടപ്പിറപ്പല്ലെന്ന് നുണ പറയേണ്ടതായി വന്നു. അയ്യോ, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? കാരണം നന്ദിനിയെ ഇല്ലാതാക്കാനുള്ള ശക്തി അവളുടെ കൂടപ്പിറപ്പിന് മാത്രമാണ് ഉള്ളതെന്ന സത്യം മാധവിയും നാഗനന്ദിയനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുക. നന്ദിനിയുടെ അനുജത്തി ആരാണെന്ന് തേടി നടക്കുകയാണ് അവർ. ഈ സമയത്ത് ഗംഗയാണ് നന്ദിനിയുടെ അനുജത്തി എന്നവരറിഞ്ഞാൽ അത് രണ്ടുപേർക്കും ആപത്താണെന്നുള്ളത് കൊണ്ടാ ഞാൻ അത് മറച്ചു വച്ചത്. അതൊരു കണക്കിന് നല്ലതാ. ഗംഗയും നന്ദിനിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ സത്യം പറഞ്ഞാലും അവൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ രണ്ടു മക്കളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ല. അവർക്ക് രണ്ടാൾക്കും ഒന്നും വരില്ല. ഗംഗയും നന്ദിനിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുത്ത് നന്ദിനി ആരാണെന്ന് ഞാൻ ഗംഗയെ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മേ, നിനക്കതിന് സാധിച്ചാൽ അതിലുപരി എനിക്ക് മറ്റൊരു സന്തോഷമില്ല. അതേ മോനെ. ഞാൻ എന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഗംഗയെ പറ്റി പറഞ്ഞതോടെ എന്റെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായി. അമ്മയുടെ മനസ്സിന് സന്തോഷം നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. നിന്റെ ഈ വാക്കുകൾ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. എന്നാൽ ഗംഗ തനിച്ചുള്ള സമയത്ത് മാത്രമേ അവളെ സത്യം ബോധിപ്പിക്കാൻ ശ്രമിക്കാവൂ. യാതൊരു കാരണവശാലും ആ മാധവിയും നാഗനന്ദിയനും ഈ കാര്യം മനസ്സിലാക്കരുത്. അതെനിക്ക് വിട്ടേക്കമ്മേ. പോയിട്ട് വരാം. ഇവന്റെ ശ്രമങ്ങൾക്കെല്ലാം തുണയായിരിക്കണേ കറുപ്പ. ദിവസേനെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് ഫ്രൈയും ലെമൺ റൈസും പപ്പടവും വെച്ചിട്ടുണ്ട്. ബാക്കി വെക്കാതെ എല്ലാം കഴിക്കണം കേട്ടോ. ശരി ഗംഗ ചേച്ചി. ശരി, ബാഗിങ് ഇതാ, ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. കാർ വരെ ഞാൻ വരാം. ഗംഗ ചേച്ചി, ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? ഒരുപാട് ജോലികളില്ലേ ചേച്ചിക്ക്. ചേച്ചി അതൊക്കെ പോയി ചെയ്യേ, ഞാൻ തനിയെ പോയിക്കോളാം. ശരി, ഇന്ന് നിനക്ക് എക്സാം ഉണ്ടല്ലോ അല്ലേ? നന്നായിട്ട് ഓർമ്മിച്ച് എഴുതണം. ഓക്കെ, ശരി ഗംഗ ചേച്ചി. ബൈ ബൈ ബൈ. ഇതെങ്ങനെയെങ്കിലും അവളുടെ കൈ കെട്ടാൻ പറ്റിയാ ഞാൻ രക്ഷപ്പെട്ടു. ദേവസേനെ, നിനക്ക് എല്ലാ എക്സാമിനും നല്ല മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ക്ലാസ്സിലെ റാങ്ക് എത്രയെന്ന് എനിക്കറിയില്ല. നിന്റെ റാങ്ക് എത്ര ദേവസേനെ? കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് എല്ലാം എ ഗ്രേഡ് വാങ്ങിച്ചതാ. പക്ഷെ എനിക്കിപ്പോ ഫുള്ള് ബി ഗ്രേഡാ കിട്ടണേ. മോൾക്ക് എ ഗ്രേഡ് വാങ്ങണം നല്ല ആഗ്രഹമുണ്ടല്ലേ? അതിപ്പോ ആർക്കും ആഗ്രഹം ഇല്ലാതിരിക്കുക. പക്ഷെ അതിനെ എല്ലാ ദിവസവും കുത്തിയിരുന്ന് പഠിക്കണ്ടേ. എനിക്കിപ്പോ പഴയ പോലെ പഠിക്കാൻ തോന്നണില്ല. എപ്പോഴും കളിച്ചു നടക്കണമെന്ന് എനിക്കിപ്പോ തോന്നണേ. പഠിച്ചാൽ മാത്രമേ എ ഗ്രേഡ് വാങ്ങാൻ പറ്റുന്നില്ല മോളെ. പഠിക്കാതെയും വാങ്ങാൻ പറ്റും നമുക്ക്. അതെങ്ങനെയാ പഠിക്കാതെ വാങ്ങാൻ പറ്റുന്നത്? ഇവന്റെ കൈ കിടക്കുന്ന അതേ ഏലസ് പോലെ തന്നെ ഉണ്ടല്ലോ ഇതും.
എന്താ ദേവസേന നീ ഇതിങ്ങനെ നോക്കുന്നേ? ഇത് ഒരു ശക്തിയുള്ള സ്വാമിജി മന്ത്രിച്ചെന്ന ഏലസാ. ഇത് മോളുടെ കൈ കെട്ടിക്കഴിഞ്ഞാ പിന്നെ എന്നും നീ ആയിരിക്കും നിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് വരിക. അതെങ്ങനെ ഒരു എലിസ് കിട്ടിക്കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ആയി മാറുന്നേ? മാന്ത്രികത്തിന് അത്രമാത്രം ശക്തിയുണ്ടെന്നേ. ഈ കാര്യം മോളുടെ അച്ചാച്ചന് അറിയാവുന്നോണ്ടല്ലേ ആ സ്വാമിയെയും മാധവിയെയും ഒക്കെ എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്നത്. അങ്ങനെ ഒരു അച്ചാച്ചന്റെ പേരെക്കുട്ടിയല്ലേ മോളെ നീ? എന്നിട്ടാണോ നിനക്ക് ഈ മാന്ത്രികത്തിലൊന്നും വിശ്വാസമില്ലാതിരിക്കുന്നത്? ഇനി ചിലപ്പോ ഈ അങ്കിള് പറയുന്നെല്ലാം സത്യായിരിക്കോ? ഇവൻ എന്തിനായിരിക്കും ദേവസേനയ്ക്ക് ഏലസ് കെട്ടാൻ ശ്രമിക്കുന്നത്?